السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله تعالى أما بعد. ബഹുമാനികളെ, പ്രിയപ്പെട്ടവരെ, മാന്യ ശ്രോതാക്കളെ, മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ 60 വർഷമായി തലയുയർത്തി നിൽക്കുന്ന ശുദ്ധ അറിവ് വിതരണം ചെയ്യുന്ന മഹത്തായ സ്ഥാപനമാണ് ജാമിഅ വഹബിയ്യ അറബിയ്യ. അതിന്റെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ബഹുമുഖ പല പരിപാടികളിൽ ഒന്നായ 60 ഓൺലൈൻ പ്രഭാഷണങ്ങളിലെ ഇസ്ലാം വിശ്വാസത്തിന്റെ യുക്തിവക്തൃത എന്ന വിഷയത്തിന് ശേഷം ഇസ്ലാം ആചാരങ്ങളിലെ ലാളിത്യം എന്ന ശീർഷകത്തിന് കീഴിലെ 4ാമത്തെ സംസ്കാരമാണ് ഇവിടെ നടക്കുന്നത്. സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം മംഗളമാക്കി തീർക്കട്ടെ. ആമീൻ. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിച്ചത് അവനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾക്കപ്പുറം സമ്പത്ത് കൊണ്ടും ആരാധന ചെയ്യാൻ വിശ്വാസിക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം ലളിതവും മാനവികവും യുക്തിവിരുദ്ധമല്ലാത്തതുമാണെന്ന് മനസ്സിലാക്കാൻ ഏതൊരാൾക്കും സാധ്യമാകും. ധനം കൊണ്ടുള്ള ആരാധനാക്രമങ്ങളെ ഹ്രസ്വമായി പരിചയപ്പെടുത്തുകയാണ് ഈ സംസാരത്തിൽ ഇൻഷാ അല്ലാഹ്. മനുഷ്യ കേന്ദ്രീകൃതമായ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തെ വെച്ചിട്ടുള്ളത് ദരിദ്രർ, സമ്പന്നർ എന്ന 2 തരം വിഭാഗത്തെയാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സമ്പത്തുള്ളവരുടെ കയ്യിൽ അത് താൽക്കാലികമായി മാത്രം അല്ലാഹു ഏൽപ്പിക്കുന്നതാണെന്നും സമ്പത്തുണ്ടാവലും സമ്പാദിക്കലും ധനമുണ്ടാവലും ധനാഢ്യനാവലും അതില്ലാതിരിക്കലും ഒരു മനുഷ്യന്റെ ഉയർച്ചയുടെയോ താഴ്ചയുടെയോ പരാജയത്തിന്റെയോ വിജയത്തിന്റെയോ നിദാനമായി മാനദണ്ഡമായി കണക്കാക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണുന്നത് സമ്പത്തില്ലാത്ത ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച ആളുകൾ അവരുടെ ആവശ്യങ്ങളും അവർക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങളുമെല്ലാം നിർവഹിക്കണമെന്നതും അതുപോലെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവകാശങ്ങളും സമ്പത്ത് കൊണ്ട് അല്ലാഹു തആല ഏൽപ്പിച്ച ആളുകൾ ചെയ്തു കൊടുക്കണമെന്നാണ് അല്ലാഹു തആല വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളട്ടെ എന്ന അള്ളാഹുവിന്റെ സൂക്തം, അള്ളാഹുവിന്റെ ആ ഓർമ്മപ്പെടുത്തൽ ഇതിനെ മനസ്സിലാക്കി തരുന്നുണ്ട്. സാമ്പത്തിക ആരാധനയെ നിർബന്ധമെന്നും ഐച്ഛികമെന്നും 2ആക്കി തരംതിരിക്കാൻ സാധിക്കും. മറ്റു വിഭാഗങ്ങളെ പോലെ, നിസ്കാരങ്ങളെ പോലെ സുന്നത്ത്, ഫർള് അഥവാ നിർബന്ധം സ്വയഷ്ടപ്രകാരം ചെയ്യുന്ന ഐച്ഛികമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നീ രൂപത്തിൽ തന്നെയാണ് സാമ്പത്തിക ആരാധനയും അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. നിർബന്ധമായവയിലെ അതിപ്രധാനമാണ് സക്കാത്ത്. നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, കണക്കാക്കിയ, നിർബന്ധമാക്കിയ ഏതാനും ചില സ്വത്തുക്കളിൽ മാത്രം നിബന്ധനകൾക്ക് വിധേയമായി അതിന്റെ അർഹതയിലേക്ക് എത്തിച്ചു കൊടുക്കുക, അത് കൈമാറ്റം നടക്കുക എന്ന വ്യവസ്ഥയാണ് സക്കാത്ത്. അർഹർക്ക് സഹായകമാകാനും ധനം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണെന്നും അത് ചെലവഴിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഞാനെന്നും യഥാർത്ഥ മാലിക്കാകുന്ന, യഥാർത്ഥ ഉടമസ്ഥനാകുന്ന, അത് നൽകിയ അതിന്റെ ദാതാവിനെ ഓർമ്മപ്പെടുത്താനുമാണത് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. സമ്പാദിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് നൽകണമെന്നോ സ്വകാര്യ സ്വത്തിന് ആർക്കും അവകാശമില്ലെന്നോ ഇസ്ലാം പറയുന്നില്ല. ഒരു കാലത്ത് അത്തരം കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പല രാജ്യങ്ങളിലും നടന്ന സാമ്പത്തിക വ്യവസ്ഥ അധ്വാനിക്കുന്നതെല്ലാം അതല്ലെങ്കിൽ സമ്പാദിക്കുന്നതെല്ലാം ഗവൺമെന്റിനോ സർക്കാരുകൾക്കോ ആണെന്നോ അതല്ലെങ്കിൽ
തന്റേത് മാത്രമാണെന്നോ അവകാശപ്പെടുന്ന ആ രൂപത്തിൽ വരുന്ന സാമ്പത്തിക വ്യവസ്ഥ ഏതാനും സമയങ്ങളെ കൊണ്ടും മണിക്കൂറുകളെ കൊണ്ടും മാസങ്ങളെ കൊണ്ടും അത് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച സാമ്പത്തിക വ്യവസ്ഥയിൽ സമ്പദ് വ്യവസ്ഥയിൽ പല രാജ്യങ്ങളിലും നേരിട്ടത് നാം കണ്ടവരാണ്. അവിടെയെല്ലാം ഇസ്ലാം സുപ്രധാനമായി മനസ്സിലാക്കി തരുന്നത് സമ്പത്ത് മുഴുവനായിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് മുഖാന ദരിദ്രനായി നടക്കണമെന്നോ അതല്ലെങ്കിൽ സ്വന്തമായിട്ട് യാതൊന്നും സമ്പാദിക്കാൻ അവകാശമില്ല എന്നോ ഇസ്ലാം കൽപ്പിക്കുന്നില്ല, പറയുന്നില്ല. ശരാശരി ആവിഷ്കാരത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ വകകളും വകുപ്പുകളും എന്താണോ അത് കഴിഞ്ഞ് മിച്ചം വരുന്നത് എന്താണെങ്കിലും അതിനെ അർഹരായ ആളുകൾക്ക്, നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ താമസം തുടങ്ങി മനുഷ്യന് അടിസ്ഥാന ആവശ്യങ്ങളിൽ ചെലവഴിക്കണം എന്നതാണ് നിർബന്ധമായിട്ടും അല്ലാഹു തആല കൽപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ മുഖം. ഈ വ്യവസ്ഥയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇതെല്ലാം കേവലം ഔദാര്യമായിട്ട് ചെയ്യേണ്ട സംഗതികളല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു തആല സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മുതലാളിമാരും സമ്പന്നരും പാവങ്ങളുടെ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ചികിത്സ തുടങ്ങി അതിപ്രധാനമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും അവർക്കത് യാതൊരു മടിയും കൂടാതെ ചെലവഴിക്കണമെന്നുമാണ് ഇസ്ലാം നിർബന്ധപൂർവം കൽപ്പിക്കുന്നത്. ഇതൊരു കേവലം സമ്പന്നന്റെ ഉദാരമായിട്ടോ അതല്ലെങ്കിൽ മറ്റു നിസ്സാരമായിട്ടോ കണക്കാക്കാവതല്ല. ഈ സക്കാത്തിനെ പോലെ അല്ലാഹു തആല നിർബന്ധമാക്കിയ, നിയമമാക്കിയ മറ്റു കാര്യങ്ങളാണ് അടിമമോചനം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക ഇത്യാദി കാര്യങ്ങൾ. ഇവകളെല്ലാം ആരാധനകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ചില കാര്യങ്ങൾ ചെയ്താൽ, തെറ്റുകുറ്റങ്ങൾ വന്നു പോയാൽ അതിന് പ്രായശ്ചിത്തമായി അഥവാ കഫാറത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കുന്നത് അടിമകളെ മോചിപ്പിക്കാനും പാവങ്ങൾക്ക് ഭക്ഷണം നൽകാനും അവർക്ക് വസ്ത്രം നൽകാനും ഒക്കെയാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ടുള്ള ആരാധനകൾ വെക്കുന്നതിന്റെ രൂപം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവകളെല്ലാം നിർബന്ധ ആരാധനകളാണെങ്കിൽ സ്വതക്ക, ഹദിയ, വഖഫ് പോലത്തെ ഐച്ഛികമായ സാമ്പത്തിക ആരാധനകളും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവയെല്ലാം പരിശോധിച്ചാൽ പൊതുജനങ്ങൾക്കും വിശിഷ്യ വിശ്വാസികൾക്കും ഇതെല്ലാം ഉപകാരപ്രദവും സാമ്പത്തിക വിനിയോഗങ്ങളുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിനിയോഗമാർഗമില്ലാതെ ആരാധനാലയങ്ങളിലും മറ്റും വിലപ്പെട്ട സ്വർണങ്ങളും വില കൂടിയ രത്നങ്ങളും മറ്റു സ്വത്തുക്കളും കുന്നുകൂട്ടിയിടുന്ന രീതിയും ഇസ്ലാമിലില്ല. പാല്, നെയ്യ് മുതലായ വസ്തുക്കൾ നദികളിൽ കൊണ്ടുപോയി ഒഴുക്കുക, മറ്റു വസ്തുക്കൾ എറിഞ്ഞ് തച്ചുവെച്ച് കളയുക, ആർക്കും വിതരണം ചെയ്യാതെ ജീവികളെ ബലിയർപ്പിക്കുക, കൊല്ലുക തുടങ്ങിയ യാതൊരു കാര്യവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. ചുരുക്കത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന സാമ്പത്തിക ആരാധന ലളിതമാണ്, ഉപകാരപ്രദമാണ്, കാലികമാണ്. അതിലുപരി അല്ലാഹുവിന് വഴിപ്പെടുക വഴി പുണ്യം ലഭിക്കുന്ന മഹത്തായ ഇബാദത്താണെന്ന് മനസ്സിലാക്കാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.